അടിപൊളി. 2 മല കയറി എന്തായാലും കൊള്ളാം. ഒടുക്കത്തെ തിരക്കായിരുന്നു. കയറി ഞങ്ങൾ വേണ്ട ഇവിടെ കഴിക്കാനായിട്ട് തന്നെ ഇവിടെ കൊണ്ട് നിർത്തി. എങ്ങനെ ഉണ്ടായിരുന്നു മല? അടിപൊളിയാണ്. അയ്യോ എന്താ ഒരു രക്ഷയില്ലേ? അന്യ ബ്ലോക്ക് എന്ന് പറഞ്ഞു അത് തന്നെ. 6 7 ആക്സിഡന്റ് ആയി. വണ്ടിക്കാർ അമ്മമാരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൂട്ട് ഇറങ്ങിയാ പോകുന്നത് അമ്മമാര്. ഇത് എത്ര വന്നാലും ഇവരെ പഠിക്കത്തില്ല. ഭയങ്കര തിരക്കാണ്. സ്ഥലത്ത് എത്ര എന്നുള്ളൊരു ചിന്താഗതി ഒന്നുമില്ല. ഭയങ്കര തിരക്കും കാര്യങ്ങളും. എന്നാലും ഞങ്ങള് ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി അവിടെ നിർത്താം. ഇനി രാവിലെ വെക്കാൻ പറ്റത്തില്ല, ഗ്യാസ് തീർന്നു പോയി. അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിക്കട്ടെ എന്തായാലും. എന്നിട്ട് മുന്നോട്ട് പോകണം. പോഹാന്ന് ഇറച്ചിക്കറിയാണ്. ബജ്ജിയുണ്ട്, വടാപാവുണ്ട്, കറിയുണ്ട്. എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ എന്തുവാ? അങ്ങനെ നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ഞാൻ ഇച്ചിരി തണുപ്പ് നോക്കിയിരിക്കുന്നത്. അന്യായ ചൂടാണ് ഇവിടെ. പിന്നെ നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇത് കണ്ടോ, ഇത് കൃഷിയാണ്. ഇത് മൊത്തം കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം. നമുക്ക് രാവിലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഗ്യാസ് ഇല്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളതായിട്ട് നമുക്ക് ചോറ് വെക്കാൻ പറ്റിയെങ്കിൽ പിന്നെ അച്ചാറും കറികൾ അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ അരി ഇട്ടു. ചോറ് റെഡി ആയിരുന്നു. തന്നെ ഫസ്റ്റ് കുക്കർ അടിച്ച് ചെറിയൊരു പരിപ്പ് കറിക്ക് വേണ്ടി ഞാൻ അരിഞ്ഞ് വെച്ചാണ്. പരിപ്പ് കറി വെക്കണം, ചോറ് വെക്കണം. അല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. ഗ്യാസ് ഏകദേശം തീരാറായിട്ടിരിക്കുകയാണ്. ചോറ് നമ്മുടെ വെന്തു. ഇനിയിപ്പം പരിപ്പിടാനുള്ള പരിപാടി നോക്കണം. നമ്മൾ ഒരു കുക്കറിന് കേടായിരുന്നു. അതിൻ്റെ സേഫ്റ്റി വാൽവ് ഉണ്ടായിരുന്നു, തന്നെ പോയി. ഇനിയിപ്പം ഈ കുക്കറിൽ നിന്ന് ചോറ് മറ്റേ കുക്കറിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് പരിപ്പ് കറി വെക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ ഉണ്ടാക്കിയത് ഭയങ്കര വെയിലങ്ങായി രാവിലെ. ഫ്രണ്ടിലോട്ട് പോയിട്ട് അതിന് നല്ല രാവിലെ എന്ന് പറയണ്ട, ഉച്ചയായി. കാരണം നമുക്ക് അവിടെ അത്രയും തിരക്ക് കിട്ടിയോടെ നമ്മൾ നല്ലപോലെ ലേറ്റായി. കയറ്റം കണ്ടില്ലായിരുന്നു അവിടെ. അതുകൊണ്ട് ഇനി ഫ്രണ്ടിലോട്ട് പോയി നല്ല തണുപ്പ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടോട്ട് നിർത്തി ഫുഡും കഴിച്ച് ആഡ്ബ്ലൂ ഒഴിക്കണം. ആഡ്ബ്ലൂ ഇതിട്ട് 3 കട്ടയായി. ആഡ്ബ്ലൂ പറഞ്ഞാൽ നമ്മുടെ ഇരിപ്പുണ്ട്, അത് ഒഴിക്കണം. പിന്നെ എന്നിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ. വണ്ടിയിൽ നിന്നെല്ലാം ഫുള്ള് കണ്ടിന്യൂസ് ഓടുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇൻഡോർ അടുക്കാറായി. ഇൻഡോർ ബൈപ്പാസ് വഴി കയറി നേരെ നമ്മൾ കട്ട് ചെയ്താണ് പോകുന്നത് ഡൽഹിക്ക്. നമ്മൾ തന്നെ ഇൻഡോർ എത്തിയിരിക്കുകയാണ്. ഇൻഡോർ നമ്മൾ ടൗണിൽ കയറത്തില്ല. ടൗണിൽ കയറാതെ റൈറ്റ് കട്ട് ചെയ്ത് ബൈപ്പാസ്. ഇത് ആഗ്ര റോഡാണ്. ആഗ്ര ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ആഗ്രയ്ക്ക്. ആഗ്രയിൽ ചെന്നിട്ടാണ് നമ്മൾ ഡൽഹിക്ക് പോകുന്നത്. നോക്കി ഫുള്ള് ഫ്ലാറ്റും കാര്യങ്ങളുമാണ്. സൈഡ് ഫുള്ള് 2 സൈഡും ഫ്ലാറ്റും കാര്യങ്ങളും. റോഡ് പിന്നെ കൊള്ളാം, പക്ഷേ ഇത്തിരി റഷാണ് റോഡല്ല. കൂടുതലും ഈ ലോറിയാണ് ഈ റോഡിൽ കൂടുതൽ ഓടുന്നത്. എന്തായാലും വെളിയിൽ നല്ല അന്യായ ചൂടാണ്. ഇന്റർസ്റ്റേറ്റ് അല്ലല്ലേ? മൊത്തം ഒരുപാട് സ്ഥലത്തുള്ള വണ്ടി വരുന്നുണ്ട്. രാജസ്ഥാനുണ്ട്, ഗുജറാത്തുണ്ട്. അത് തന്നെ ഡൽഹിയുണ്ട്. ഏറ്റവും നല്ല ഇത് ഏത് ഹൈവേയാ? ഹൈവേ ഏത് ഹൈവേയാണ്? ഇത് ഇൻഡസ്ട്രിയൽ നാഷണൽ ഹൈവേ ആണ്. വലിയ പ്ലാന്റ് കാര്യങ്ങള്, ഇൻഡസ്ട്രികള് എല്ലാം ഉണ്ട് ബൈപ്പാസിൽ. ഇടയ്ക്ക് കുറച്ച് കട്ടുണ്ട്. ഇവിടെയാണ് ന്യൂയോർക്ക് സിറ്റി. ഉണ്ടോ? ന്യൂയോർക്ക് സിറ്റി ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുന്നതാണ് ന്യൂയോർക്ക് സിറ്റി. അവിടെ ന്യൂയോർക്ക് മസ്കറ്റാണ്. ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് സിറ്റിയാണ്. ചിലപ്പോൾ അവിടെ കൂടുതലും ഈ ഫ്ലാറ്റുകളും കാര്യങ്ങളും ആയിരിക്കും. അറിയില്ല, നമ്മൾ ടൗണിൽ കയറിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വൈബ് ഉണ്ടാവും. ബാംഗ്ലൂരാണ് ശോഭാ സിറ്റി എന്ന് പറയുന്നില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ വേറെ കാര്യം നീ ശ്രദ്ധിച്ചാൽ നമ്മൾ എല്ലാപ്പൂര് വഴി വരുമ്പോൾ ചുരം കയറി തുടങ്ങുമ്പോൾ ഒരു ടൗൺ ഉണ്ടല്ലോ, അങ്കോള എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. സംഭവം അങ്കോള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശരിക്കും ആഫ്രിക്കൻ സ്ഥലത്തിന്റെ പേരാണ് ഈ അങ്കോള. അവിടെ താമസിക്കുക, അവിടെ നിന്ന് കുടിയേറി താമസിച്ചവരാണ്. ഇവിടെ കാണുന്നത് നമ്മൾ കറക്റ്റ് ഒരു ഇതല്ലേ, ആഫ്രിക്കൻസ് അവരില്ല. ലീഗർ ഇവിടെ എത്തിയത് അവരെല്ലാം ആഫ്രിക്കൻസ് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്ന് കുടിയേറിയവരാ. അവരെ കണ്ടില്ലേ, അവർക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെ സ്ഥലം സർക്കാർ അവരുടെ ആഴ്ചയിലങ്ങ് ആക്കി കൊടുത്തില്ലേ. ഇവിടെ വന്ന് താമസിച്ച് പിന്നെ എഴുതി കൊടുത്തു. അതെ അതല്ലേ. ഇൻഡോർ അടിപൊളിയാണ്, സ്ഥലങ്ങളെല്ലാം അടിപൊളിയാണ്, റോഡുകളെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ ഡ്രൈവിങ്ങും ഇവിടുത്തെ ഇതുമാണ് നമുക്ക് പറ്റാത്തത്.
ഡ്രൈവിംഗ് അവിടെ ആൾക്കാർ കൂടുതലും ചെയ്യുന്നത്. ഒരു ബോധവും ഇല്ല. മധ്യപ്രദേശ് ഇപ്പം മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പം ആ പേരിനോട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം എന്താ അറിയാമോ? നമ്മൾ കയറി വന്നപ്പം മൊത്തം ഒരു മല കയറിക്കും ഒരു മല കഴിഞ്ഞ് അടുത്ത മല കയറും, അത് കഴിഞ്ഞിട്ട് അടുത്ത മല കയറും. അതിനെ ഒത്തിരി ഇറക്കി കിട്ടിയിട്ടില്ലല്ലോ. നല്ല ഹൈറ്റ്. ഇന്ത്യയുടെ മദ്യം എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും മധ്യപ്രദേശത്ത്. മദ്യം എന്ന് പറഞ്ഞാൽ ലിക്കറല്ല, മദ്യത്തിൽ നിൽക്കുന്ന ഭാഗം. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇതിന്റെ പേര് അങ്ങനെ വീണേക്കുന്നത്. നമ്മള് 2 ചുരം കയറിയല്ലേ, 2 വലിയ കയറി, അല്ലാതെ കയറിട്ടില്ല നമ്മള് മേളി വന്ന്. പിന്നെ അതുകൊണ്ടായിരിക്കും പേര് വന്നേ, നമുക്കറിയത്തില്ല. ഈ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുവാണ് ഇത് ഫാമേഴ്സ് കുറവാണല്ലോ ഇവിടെ. മറ്റേ അവിടുത്തെ അത്ര ഫാമേഴ്സ് ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ ഉണ്ട്. കൃഷി കാര്യങ്ങളെല്ലാം കണ്ടില്ലേ? കൃഷിയും കാര്യങ്ങളും തന്നെ. നമ്മളിപ്പോ വണ്ടി ഫുഡ് പാചകം ചെയ്യുന്നിടത്ത് അവിടെ ഉള്ളിയാണ്, ചെറിയ ഉള്ളി. ചെറിയുള്ളിയാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നത്. ഇവിടെ കൂടുതലും മറ്റേ കുന്നുകളും മലകളും. മലകളും ഇതാണ് ഉജ്ജയിൻ. ഇതിലാണ് നമ്മൾ ഡൽഹിക്ക് പോകുന്നത്. കോട്ടയല്ലേ പണ്ടേ ഉണ്ടാക്കി കോട്ടവാതിൽ കൂടെ ഉണ്ട്. നമ്മൾ ശരിക്കും ഇനിയിപ്പോ പോകുന്നത് കോട്ടയ്ക്കാണ്. ഇത് ഉജ്ജയിൻ. ഇതാ മഹേന്ദ്രയുടെ വണ്ടിയില്ല സീറ്റ് കൊണ്ട് പോകുന്നത്. എന്റെ പ്ലേറ്റ് അടിച്ച് നടത്തേക്കുന്നുണ്ടോ? നല്ല ഹെവി ലോഡാണ് ഗ്രഹിക്കുന്നത്. ഇതാരാ? ഇവിടുത്തെ വീടുകൾ കണ്ടോ? എല്ലാം അടുത്തടുത്താണ്. നമ്മളവിടെ തേക്കുന്നതിൻ്റെ ഇവിടെ വീടുകളൊന്നും തേക്കവും പരിപാടിയൊന്നും ഇല്ല. അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകളെല്ലാം. അങ്ങനെ നമ്മൾ കോട്ട എത്തിരിക്കുകയാണ്. കോട്ട അവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ജയ്പൂരിനാണ്. ജയ്പൂർ രാജസ്ഥാൻ വഴി നമ്മൾ ഡൽഹി. ഇവിടുന്ന് ഒരു 470 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്കിപ്പോൾ കാണിക്കുന്നുണ്ട് നമ്മൾ ചെല്ലേണ്ട സ്ഥലം. സ്ഥലങ്ങളൊക്കെ ചുമ്മാ കിടക്കുക, ഒരുപാട് കിടക്കുക സ്ഥലങ്ങൾ. ഇങ്ങോട്ട് വരുന്നപ്പോൾ ടോളില്ല. അപ്പുറത്ത് ടോള് കാണും. 2-3 ടോള് കിട്ടിയാട്ടോ ഇപ്പം. അടുപ്പിച്ചോ? അടുപ്പിച്ചല്ല, ടോളാണ്. ജയ്പൂരോട്ടുള്ള ആദ്യത്തെ നമ്മുടെ ടോള് പാസ്സായിരിക്കുകയാണ്. എത്ര ടോളുണ്ടെന്ന് അറിയത്തില്ല. ജയ്പൂർ പോകുന്ന വഴിക്കുള്ളൊരു ടണലാണിത്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും അടിപൊളിയാണ്. കോട്ടവാതിലൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ല ഭംഗിയിലാണ് അവർ എൻ്റെ ഫ്രണ്ടൊക്കെ ചെയ്തേക്കുന്നത്. പഴയ കാലത്ത് ചെയ്തേക്കുന്നതാണ്. പണ്ടെങ്ങാണ്ട് ചെയ്തതാ കേട്ടോ. നമ്മുടെ കുതിരാൻ തുരങ്കം പോലെ അപ്പുറം ഇപ്പുറം ഉണ്ട്. 2 ഇതായിട്ടാണ്. വലിയ ദൂരമില്ല, പക്ഷേ കുറച്ചേ ഉള്ളൂ കേട്ടോ. സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. പാച്ച് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ഉണ്ടല്ലോ.
മിക്കത് ഇതിലെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പോകാനിരുന്നത് ആഗ്ര വഴിയാണ് പോകാനിരുന്നത്. കിലോമീറ്റർ കൂടുതലായതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിലെ തിരിച്ചു വരുമായിരുന്നു. ഇല്ല, നമ്മളങ്ങനെ വെളിയിൽ വന്നു, ടണലിന്റെ വെളിയിലോട്ട് വന്നു. ജയ്പൂർ 209 കിലോമീറ്റർ. ജയ്പൂർ ഇനി 209 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ.